കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പന് ഇന്ന് ശുദ്ധിയായിരുന്നു. കലശച്ചടങ്ങുകൾ നടക്കാണ്. ഇന്ന് ശുദ്ധിയായിരുന്നു. ഇന്ന് രാവിലെ ശുദ്ധിച്ചടങ്ങുകളും 25 കലശം മുച്ചപ്പൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. അരയ്ക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട് മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയായിട്ട് വേഷാന്തി ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ അരയ്ക്ക് കീഴ്പ്പെട്ടുള്ളത് എങ്ങനെയാ വെച്ചാല് കസവിന്റെയും പച്ചയും ഇങ്ങനെ ഇതായിട്ടൊക്കെ ഇടകലർന്ന നല്ല ഭംഗിയുള്ള ഒരു മത്സ്യരൂപം അരയ്ക്ക് കീഴ്പ്പെട്ട്. അരയിൽ കിങ്ങിണി കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ടുമാല, ഒരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോടുകൂടി ചതുർബാഹുമായിട്ട് ആ മത്സ്യാവതാരമൂർത്തി ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നമ്മുടെ മേൽശാന്തി അസ്ഥലായിട്ട് ചാർത്തിയിട്ടുണ്ട്. ശംഖും ചക്രം സ്വർണത്തിന്റെ കൊടുത്തിരിക്കുകയാണ്. പത്മം താമരപ്പൂ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഗത ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ്. അങ്ങനെ ശംഖ് ചക്ര ഗതാ പത്മത്തോടു കൂടി മത്സ്യാവതാരമൂർത്തിയായിട്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമിന്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, എല്ലാവരെയും സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള ആ ഭാവത്തോടു കൂടി ആ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കാണ് മത്സ്യാവതാരമൂർത്തി. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മോളുടെ 2 തിരുമുടിമാലകളാണ്. വെളുത്ത പൂവും തുളസിപ്പൂവായിട്ടുള്ള ഒരു തിരുമുടിമാല, പിന്നെ തെച്ചിപ്പൂവും മാത്രമായിട്ടൊരു തിരുമുടിമാല. അങ്ങനെ 2 തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് തെച്ചിപ്പൂക്കൾ ധാരാളം, പിന്നെ കുറച്ച് തുളസി, പിന്നെ തെച്ചിപ്പൂക്കൾ കുറേശ്ശെ, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ താമരയും തുളസിയായി, ചുവന്ന താമരയും തുളസിയായിട്ടുള്ളൊരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ചാർത്തിരിക്കണത്. അതിന്റെ നടുവിലാണ് മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണേ. ശംഖചക്ര ഗതാപത്മത്തോടുകൂടി നല്ല കൗതുകമുണ്ട് കാണാൻ. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് 2 എണ്ണം, തെച്ചിയും തുളസിയായിട്ട് 2 എണ്ണം. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. തടിച്ചുരുണ്ട ഉണ്ടമാലകൾ, പിന്നെ നിറയെ തുളസി, കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂ മാത്രമായിട്ട് ഒരു 4 എണ്ണം, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ. ശ്രീലകത്തേക്ക് നല്ല സന്തോഷമാവും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഉണ്ണിക്കണ്ണ ഉണ്ണിക്കാലിൽ ചിലമ്പും കടിയിലരമണിക്കോപ്പും ഓമൽ കരത്തിൽ പൊന്നിങ്കാപ്പും കഴുത്തിൽ കതിരവനെതിരാം കൗസ്തുഭത്തിൻ കൊഴുപ്പും കണ്ണിൽ കാരുണ്യവായ്പും ചൊടിയിൽ മുരളിയും പുഞ്ചിരിപ്പാലുമെല്ലാം കണ്ണൻ തൻ മെയ്യിലെന്നാണടിയനു വെളിവായി കാണുവാൻ യോഗമാവോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് ആ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകത്തിൽ ചാർത്തിയിട്ടുണ്ട്. ആ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിൽ സ്മരിച്ചിട്ട് ആ രൂപം മനസ്സിലിങ്ങനെ കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും. പൊന്നുണ്ണി കണ്ണ മത്സ്യാവതാരമൂർത്തി അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദത്തിൽ വീണങ്ങൾ നമസ്കരിക്കുക. ആ മത്സ്യാവതാരമൂർത്തിയുടെ തിരുമുഖം നോക്കി പുഞ്ചിരി തൂകി നിങ്ങളെ ഞാൻ സംരക്ഷിക്കാനുണ്ട്, ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ ആ മുഖഭാവം അങ്ങനെ പുഞ്ചിരി തൂക്കിയും കൊണ്ട് എല്ലാവരും മനസ്സിൽ കുളിരായ, കണ്ണിനും കുളിരായും കൊണ്ടുള്ള ആ രൂപം, ആ രൂപത്തിൽ ആ കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് നിന്തിരുവടി നമ്മളെ കൈവിടില്ല കേട്ടോ, നമ്മുടെ കൂടെ ഉണ്ട്. നാമം ജപിക്കലേ നമുക്ക് ഉറക്കെ, കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.